നമസ്കാരം. കിഴക്കിൻ്റെ മറ്റൊരു ട്രാവൽ അപ്ഡേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ഇറാനിൽ നിന്നുണ്ടായ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിലേക്കുള്ള ഫ്ലൈറ്റ് റൂട്ടുകൾ വിവിധ എയർലൈനുകൾ റദ്ദ് ചെയ്തിരുന്നു. എത്യോപ്യൻ എയർലൈൻസ്, എത്തിഹാദ്, ഫ്ലൈ ദുബായ്, എമിറേറ്റ്സ് തുടങ്ങിയ ഫ്ലൈറ്റുകളാണ് റദ്ദ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ദുബായിൽ നിന്നോ അല്ലെങ്കിൽ UAE പല ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേലിലേക്കുള്ളതും അതുപോലെ തന്നെ എത്യോപ്യയിൽ നിന്നും ഇസ്രായേലിലേക്കുള്ളതും അങ്ങനെ പല ഫ്ലൈറ്റ് ഷെഡ്യൂളുകൾ ക്യാൻസലായിരുന്നു. ഇസ്രായേൽ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ എയർ റൂട്ട് ഏർപ്പെടുത്തിയിരുന്ന ബാൻ എടുത്തു മാറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരാനിരുന്ന കുറേ പേര് ദുബായ് എയർപോർട്ടിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 17 പേരോളം അവർ കുടുങ്ങിയിരുന്നു. അതായത് ദുബായ് വരെ ട്രാവൽ ചെയ്തിട്ട് ദുബായിൽ നിന്ന് ടെലവീവിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഫ്ലൈറ്റ് ഇല്ലാത്തതിനെ തുടർന്ന് ഏകദേശം 3 ദിവസത്തോളമാണ് അവരവിടെ കുടുങ്ങിയത്. അതുപോലെ തന്നെ അഡിസിബ എയർപോർട്ടിൽ പുതിയതായിട്ട് അഡിസിബയിൽ കുടുങ്ങിയ അഥവാ എത്യോപ്യയിലുള്ള അഡിസിബ എയർപോർട്ടിൽ കുടുങ്ങിയ ആളുകളെല്ലാം തന്നെ പുതിയതായിട്ട് ഇസ്രായേലിലേക്ക് വരുന്നവരായിരുന്നു. കൺസ്ട്രക്ഷൻ സെക്ടറിലും കെയർ ഗീവർ സെക്ടറിലൊക്കെ വരാനിരുന്നവരായിരുന്നു കുടുങ്ങിയിരുന്നത്. ഇന്നിപ്പോൾ നിലവിലുള്ള സാഹചര്യം മാറിയിരിക്കുന്നു. ഇസ്രായേൽ തങ്ങളുടെ എയർ റൂട്ടിൽ ഏർപ്പെടുത്തിയിരുന്ന ബാൻ എടുത്തു കളഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ എയർലൈൻ സർവീസുകളും നിലവിൽ എത്തിഹാദ്, ഫ്ലൈ ദുബായ്, എമിറേറ്റ്സ്, എത്യോപ്യൻ എയർലൈൻസ് എല്ലാം തന്നെ സർവീസ് ആരംഭിച്ചിരിക്കുന്നു. എത്യോപ്യൻ്റെ അഡിസിബ എയർപോർട്ടിൽ നിലവിൽ ഇപ്പോൾ അവരുടെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്ലൈ ദുബായിയുടെ ഫ്ലൈറ്റും എമിറേറ്റ്സ് ഓൾറെഡി ഫ്ലൈ ദുബായ് ആണ് ഉപയോഗിക്കുന്നത്. ഫ്ലൈ ദുബായ് ഓൾറെഡി ഇന്ന് ടെലവീവ് എയർപോർട്ടിലെത്തി ഇപ്പോൾ തിരിച്ചുള്ള ബോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്തിഹാദും അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഫ്ലൈറ്റ് ബോർഡിംഗ് ആയിട്ടുണ്ട്. നിലവിൽ ഉള്ള സാഹചര്യത്തിൽ ഇസ്രായേലിലേക്കുള്ള ഫ്ലൈറ്റ് ഷെഡ്യൂളുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ബാൻ മാറ്റിയിരിക്കുന്നു. സോ നമുക്കിപ്പോൾ പഴയതുപോലെ തന്നെ സുഗമമായി നാട്ടിലേക്ക് പോകാനും തിരിച്ചു വരാനും പറ്റുന്നൊരു സാഹചര്യമാണ്. അതുപോലെ എല്ലാവരും തന്നെ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, എയർ ടിക്കറ്റ് ട്രാവൽ ഡേറ്റിന് ഒരു 24 hours മുന്നേ തന്നെ കൺഫേം ചെയ്തിരിക്കുക, റീകൺഫേം ചെയ്തിരിക്കുക ട്രാവൽ ഡേറ്റിന് മുന്നേ തന്നെ. അപ്പോൾ എന്തായാലും നിലവിൽ ഏർപ്പെടുത്തിയിരുന്ന ബാൻ മാറ്റിയിരിക്കുന്നു. ഇങ്ങനെ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. നന്ദി, നമസ്കാരം. ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്